അവസരം എനിക്കും നൽകിയതിൽ ഞാൻ ദൈവത്തിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുടെയും സഹനത്തിൻ്റെയും പ്രാധാന്യം എന്ന വിഷയമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. കഷ്ടത നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? കഷ്ടത ക്രിസ്തീയ ജീവിതത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത്. കഷ്ടത എല്ലാ മനുഷ്യരിലും പൊതുവെ ലോകത്തിൽ ധാരാളം നമ്മൾ കാണുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇയ്യോബ് 5:7 അത് വായിക്കുന്നത്. ഇയ്യോബിൻ്റെ കൂട്ടുകാരനായ എലീഫസ് തൻ്റെ സ്നേഹിതനെ ആശ്വസിപ്പിക്കാനായി പറയുന്ന വചനമാണിത്. തീ കത്തുമ്പോൾ തീപ്പൊരി മുകളിലേക്കാണല്ലോ പോവുക അല്ലേ? അതെത്രയോ സാധാരണമായ സംഭവമാണ്. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതയും വളരെ സാധാരണമായ ഒരു സംഭവമാണെന്നാണ് എലീഫസ് ഇയ്യോബിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. ഇന്നും അന്നും ദൈവജനത്തിന് അറിയാവുന്ന സത്യമാണ് കഷ്ടത പാപത്തിൻ്റെ അനന്തരഫലമായി ദൈവത്തിൻ്റെ ശാപത്തിൽ നിന്നും തുടങ്ങിയതാണെന്നുള്ള കാര്യം. ദൈവത്തിൻ്റെ പ്രമാണത്തെക്കാൾ സാത്താൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ അതാണ് എളുപ്പമെന്ന് മനുഷ്യന് തോന്നിയ ആ ഏദൻ തോട്ടത്തിൽ വെച്ച് ആരംഭിച്ചതാണ് കഷ്ടം. ദൈവം ആദാമിനെ വിളിച്ചു ചോദിക്കുകയാണ്, നീ വൃക്ഷഫലം തിന്നുപോയെന്ന്. അതിൽ പങ്കുകാരായ പാമ്പിനെയും സ്ത്രീനെയും കൂടെ വിളിച്ചു, അവരോടും ചോദിച്ചു. എല്ലാവരോടും പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞു. ശാപത്തിലുണ്ടായിരുന്ന ഒരു വാക്കാണ് കഷ്ടത എന്നുള്ളത്. പാമ്പിനോട് പറഞ്ഞു, എല്ലാ കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കും. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. അത് പാമ്പിന് കൊടുത്ത കഷ്ടത. അതുപോലെ തന്നെ മനുഷ്യനും പാമ്പിനും തമ്മിലുള്ള ശത്രുത്വം, അതും ഒരു കഷ്ടതയാണ് അല്ലേ? സ്ത്രീയോടാണെങ്കിൽ പറഞ്ഞു, കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും, കർത്താവിനോടായിരിക്കില്ല. അവൻ നിന്നെ ഭരിക്കും. പുരുഷനോട് പറയുന്നതോ, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കും. കഷ്ടതയുടെ ആരംഭം ഇവിടെയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്നും പാപത്തിൻ്റെ അനന്തരഫലം, അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. പാപം ചെയ്യാനുള്ള അവസരം വരുമ്പോൾ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. റോമർ 5:17 വായിക്കുന്നത് പോലെ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു. കഷ്ടതയ്ക്ക് ഒരു സാർവത്രിക സ്വഭാവം ഉണ്ട്. പലതരത്തിലുള്ള കഷ്ടതകൾ നമുക്ക് കാണാം. പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് ഇന്ന് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന കഷ്ടതകൾ ഒരു തരം. മാരകമായ രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണം, പങ്കാളികളുടെ വേർപാട്, അതുപോലെ പ്രകൃതിക്ഷോഭം, യുദ്ധം, ക്ഷാമം, ഇതൊക്കെ സാർവത്രികമായിട്ട് എല്ലാ മനുഷ്യരിലും കാണുന്ന ദുരിതങ്ങളാണ്. ജീവിതം സുഗമമാക്കാൻ, എളുപ്പമാക്കാനായിട്ട്, കഷ്ടപ്പാട് കുറയ്ക്കാനായിട്ട് മനുഷ്യർ അവരുടെ ജ്ഞാനം ഉപയോഗിച്ച് പലതും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? ശാസ്ത്രം വികസിപ്പിച്ച് ഇന്ന് നമ്മുടെ ജോലികളൊക്കെ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ അനുഭവിച്ചതിനേക്കാൾ എളുപ്പമായ ജീവിതശൈലിയാണ് നമുക്ക് ഇന്നുള്ളത്. നമുക്ക് ആർക്കും കഷ്ടപ്പെടാൻ മനസ്സില്ല. എപ്പോഴും കംഫർട്ടായിട്ട് ഇരിക്കണം, സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരല്ലേ? പക്ഷേ ഇത്രയധികം യന്ത്രവൽക്കരണം നടന്നു, അധ്വാനങ്ങൾ കുറഞ്ഞുവെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ജീവിത രോഗങ്ങൾ, പ്രശ്നങ്ങൾ, അതിനൊന്നും ഒരു കുറവുമില്ല. വിശ്വാസികളായ നാമും ഇങ്ങനത്തെ കഷ്ടങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരല്ല. പിന്നെ വേറൊരു തരം കഷ്ടം എന്ന് പറഞ്ഞത് നമ്മൾ വരുത്തി കൂട്ടുന്ന കഷ്ടങ്ങളാണ്. അത് നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന കഷ്ടങ്ങളാണ്, പ്രശ്നങ്ങളാണ്. വിശ്വാസി അവിശ്വാസി വിവാഹം കഴിക്കുക, വിവാഹം കഴിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. പക്ഷേ ശരിയായ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാത്ത മുഖാന്തരം നമ്മുടെ ജീവിതങ്ങളിൽ വളരെ കഷ്ടത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെ കഷ്ടപ്പെടുന്നവർ നമുക്കറിയാമല്ലോ. അതുപോലെ
നമുക്കൊരു ഉദാഹരണമായിട്ട് ദാവീദിന്റെ കഥ ചിന്തിച്ചാൽ മനസ്സിലാവും. ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ വന്ന് അവനെ അത് ബോധിപ്പിക്കുന്നത് വരെ ദാവീദിന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പാപം ബോധം വരുത്തുകയും പശ്ചാത്താപിക്കപ്പെടുകയും ദൈവത്തിനോട് ക്ഷമ ചോദിക്കുകയും ഒക്കെ ദാവീദ് ചെയ്തെങ്കിലും അതിൻ്റെ അനന്തരഫലം ജീവകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ദൈവം വളരെ സ്പഷ്ടമായിട്ട് ദാവീദിനോട് പറയുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിന്റെ കുഞ്ഞ് മരിച്ചു പോകും, വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല, നീ രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രയേലൊക്കെയും കാണുകെ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും എന്ന് പറഞ്ഞു. തെറ്റായ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഇന്ന് ഏറെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുക. നമുക്ക് മറ്റുള്ളവരുടെ ഒപ്പം നമ്മുടെ സ്റ്റാറ്റസ് ആക്കണമെന്നുള്ള ചിന്തയിൽ നമുക്ക് എത്ര വരവുണ്ടോ അതിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്ത് കടക്കെണിയിൽ അകപ്പെടുന്ന ദൈവമക്കൾ ഇന്ന് വളരെയധികമാണ്. ഇന്ന് ബാങ്കുകൾ ലോൺ തരാൻ നമ്മെ അങ്ങോട്ട് വിളിക്കും. പക്ഷേ ലോൺ എടുക്കുമ്പോൾ അത് തിരിച്ചടയ്ക്കാനായിട്ടുള്ള പ്രാപ്തി നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സദൃശവാക്യം 22:7 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. ഈ വാക്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. കടം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥ വന്നാൽ അത് വളരെ ദുരിതപൂർണമാണ്. ഇങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരം പല കഷ്ടതകളും ജീവിതത്തിൽ വരുന്നു. ശ്രദ്ധയില്ലാതെ നാം പറഞ്ഞു പോകുന്ന വാക്കുകൾ മുഖാന്തരം ഉണ്ടാകുന്ന പല പ്രയാസങ്ങളുമുണ്ട്, കഷ്ടങ്ങളുമുണ്ട്. നാം അനുഭവിക്കേണ്ടി വരുന്ന പല കഷ്ടങ്ങളും നമ്മൾ, പ്രത്യേകിച്ച് സഹോദരിമാരായ നമ്മൾ ശ്രദ്ധയില്ലാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ. സദൃശവാക്യങ്ങളിൽ 21:23 ഇങ്ങനെ വായിക്കുന്നു: വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. വായും നാവും സൂക്ഷിച്ചില്ലെങ്കിൽ കഷ്ടത ഉണ്ടാകുന്നില്ല എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം. മൂന്നാമത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കുക. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ വിടുവിക്കുന്നു എന്ന് ദാവീദ് പാടിയത് നമ്മൾ എല്ലാവരും ഏറ്റുപാടാറുള്ള കാര്യമാണല്ലോ. യേശു തന്നെയും പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് സ്വന്തം അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വലിയ പ്രസ്താവനയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നുള്ള കാര്യം. മത്തായി സുവിശേഷം നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മലപ്രസംഗം അത് വായിക്കുമ്പോൾ കഷ്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് കർത്താവ് മാത്രമല്ല അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യം ചിന്തിക്കാം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അത് 3 സുവിശേഷങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 22-ാം വാക്യം മുതൽ, മർക്കോസ് 13:13, ലൂക്കോസ് 21:17-19 എന്നീ വാക്യങ്ങളിൽ ഇത് നമ്മൾ ഈ ഭാഗം നമുക്ക് വായിക്കുന്നത് ശ്രദ്ധേയമാണ്. മത്തായിയിലെ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കും, പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും രാജാക്കന്മാർക്കും നാടുവഴികൾക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മക്കൾ അമ്മയപ്പന്മാരെയും കൊല്ലിക്കും എന്ന് എഴുതിയിരിക്കുന്നു. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ശാരീരിക കഷ്ടതയും മാനസിക വ്യഥയും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവ് തന്നെ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നു. അതിനുള്ള പ്രതിവിധി എന്താണ്? ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടുമെന്നാണ്. അതാണ് കർത്താവ് തന്നിരിക്കുന്ന പോക്കുവഴി. അവസാനത്തോളം സഹിക്കുക, അവസാനത്തോളം സഹിക്കുന്നവൻ രക്ഷിക്കപ്പെടും. സമ്പൽ സമൃദ്ധിയും സുഖസമൃദ്ധമായ ഒരു അടിച്ചുപൊളി ജീവിതമല്ല ക്രിസ്തീയ ജീവിതം.
കർത്താവ് നമുക്ക് അങ്ങനെ പ്രോമിസ് ചെയ്തിട്ടില്ല, വാഗ്ദാനം ചെയ്തിട്ടില്ല. സുബോധത്തോടെ ഉണർന്നും പ്രാർത്ഥിച്ചും അവസാനത്തോളം സഹിച്ചും ക്ഷമയോടെ ക്രിസ്തീയ ജീവിതം നയിക്കാനാണ് കർത്താവിൻ്റെ ബുദ്ധി ഉപദേശം. അതിന് കാരണമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം മത്തായി 10:24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെ ആകുന്നത് ദാസന് മതി. അതുപോലെ തന്നെ തൻ്റെ ക്രൂശ് ചുമന്നും കൊണ്ട് പോകുമ്പോൾ യേശു അവസാന നാളുകളിൽ ഗോൽഗോത്തയിലേക്ക് തൻ്റെ ക്രൂശും ചുമന്നും കൊണ്ട് പോകുമ്പോൾ അവനെ ചൊല്ലി വിലപിച്ച് മുറയിട്ടുകൊണ്ട് കുറേ സ്ത്രീകൾ തൻ്റെ പുറകെ വന്നു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്തു ഭവിക്കും എന്നാണ്. അപ്പം അതിൽ നിന്ന് കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? കർത്താവ് കഷ്ടത അനുഭവിക്കുന്നു, അത് പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എന്തായിരിക്കും ചെയ്യുക, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ്. സോ കർത്താവ് തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അതിനെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, പ്രാർത്ഥനയോടെ അവസാനത്തോളം വഹിക്കുക എന്നത് നമ്മുടെ ഗുരുവിൻ്റെ ഇഷ്ടമാണ് എന്ന ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കേണ്ടതാണ്. അങ്ങനെ നാം ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാരാണെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശു ക്രിസ്തു ഇങ്ങനെയെല്ലാം പറയുക മാത്രമല്ല ചെയ്തത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നതാണ്. കർത്താവ് ഇതെല്ലാം പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ അത് ചെയ്ത് കാണിക്കുക കൂടി നമുക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അപ്പോസ്തലന്മാരും ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ പുനരുത്ഥാനം, സ്വർഗ്ഗാരോഹണം ഇതെല്ലാം കഴിഞ്ഞ് അപ്പോസ്തലന്മാർ കൽപ്പനയനുസരിച്ച് യെരൂശലേമിൽ നിന്ന് മാറാതെ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശേഷം അവർ ചെയ്ത പ്രവർത്തനങ്ങളാണ് അപ്പോസ്തല പ്രവർത്തികളിൽ നാം വായിക്കുന്നത്. കർത്താവിൻ്റെ സാക്ഷികളായി അവർ ജീവിച്ചത് മുഖാന്തരം അവർ അനുഭവിച്ച കഷ്ടങ്ങൾ അവിടെ വിവരിച്ചിട്ടുണ്ടല്ലോ. സഭകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവർ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. അങ്ങനെ അവർ ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്ന് നാം വായിക്കുന്നു. അന്ന് മുതൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം അതായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന വാക്യം നമുക്ക് എല്ലാവർക്കും മനപ്പാഠം അറിയാവുന്ന വാക്യമാണല്ലോ, അല്ലേ? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഫിലിപ്പിയർ 1:27 എന്താണ്? കർത്താവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും നാം ഇത് വായിക്കാറുണ്ടെങ്കിൽ നമ്മളത്ര ഗൗരവമായിട്ട് എടുക്കാറില്ല. കാരണം നമ്മുടെ മാനുഷികമായ രീതിയിൽ കഷ്ടപ്പെടാനുള്ള മനസ്സ് നമുക്കില്ല. നമുക്ക് പൊതുവെ എളുപ്പത്തിൽ മുഷിയാതെ കാര്യങ്ങളെല്ലാം ചെയ്തു കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതുമാത്രമല്ല, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരും വളരെ കഷ്ടതയോടെയാണ് ഭക്തിയിൽ ജീവിച്ചത്. വിശ്വാസമാണ് അവർക്ക് അതിന് ആധാരമായിരുന്നത്, പ്രേരകമായിരുന്നത്. എബ്രായർ 11-ാം അധ്യായം അതിൻ്റെ വിവരണമാണ്. വിശ്വാസത്താൽ എങ്ങനെയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ കഷ്ടതയേറിയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയതെന്ന്. നീതിമാനായ ഹാബേൽ വിശ്വാസത്താൽ കയ്യിൻ്റേതിനെയും ഉത്തമമായ യാഗമർപ്പിച്ചു. ഫലം എന്താണ് ഉണ്ടായത്? യാഗം ഉത്തമമായത് അർപ്പിച്ചു ഹാബേൽ. പക്ഷെ എന്താണ് അതിന് പ്രതിഫലമായിട്ട് കിട്ടിയത്? മരണമായിരുന്നു, അല്ലേ? അടിച്ചു കൊന്നു ചേട്ടൻ. നീതിപ്രസംഗിയായ നോഹ വർഷങ്ങൾ അന്നത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, വെള്ളപ്പൊക്കത്താൽ നശിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന കപ്പലിൽ കയറിക്കോ. പ്രസംഗം മാത്രമല്ല, വളരെ അധ്വാനവും അദ്ദേഹം ചെയ്തു. എല്ലാവരും അത് കണ്ടു. അന്നത്തെ തലമുറ മുഴുവൻ കണ്ടു നോഹ കഷ്ടപ്പെട്ട് ആ പെട്ടകം ഉണ്ടാക്കുന്നത്. ഫലം എന്താണ് അദ്ദേഹത്തിന് കിട്ടിയത്? വെറും പരിഹാസവും ഏകാന്തതയും. അന്നത്തെ ലോകത്തിലെ എത്രയോ ജനങ്ങളുണ്ടായിരുന്നു, പക്ഷെ തൻ്റെ കുടുംബം 8 പേരല്ലാതെ ആരും തൻ്റെ പ്രസംഗത്തിൽ വിശ്വസിച്ചില്ല. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചിട്ടും ആരെയും തൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നോഹയ്ക്ക് സാധിച്ചില്ലെങ്കിലും
ക്ഷമയോടെ സഹിഷ്ണുതയോടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ആ വിശ്വാസ കപ്പൽ അദ്ദേഹം പണിത് മുമ്പോട്ട് കൊണ്ടുപോയി. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമോ തൻ്റെ എല്ലാ സുഖ സൗകര്യമുള്ള വീടും പട്ടണവും സ്വന്തക്കാരെയും ദേശത്തെയും എല്ലാം വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം നിർമ്മിക്കുന്ന നഗരത്തിനായി കാത്തിരുന്നു എന്ന് നാം വായിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. പക്ഷെ അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രാഹാമിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അതിനായിട്ട് അബ്രാഹാമിന് നഷ്ടപ്പെടുത്തേണ്ടി വന്നു, കഷ്ടപ്പെടേണ്ടി വന്നു. ഇന്ന് ദൈവം നമ്മുടെ ദൈവം, എൻ്റെ ദൈവം, ഓളിയുടെ ദൈവം എന്ന് പറയാനായിട്ട് ലജ്ജിക്കുമോ? നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സുഖ സൗകര്യങ്ങളെക്കാൾ സ്വർഗീയമായിരിക്കുന്നതിനെ കാക്ഷിക്കുമ്പോഴാണ് അത് സാധ്യമാകുക. അതുപോലെ മോശയും വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപത്തെ ഭയപ്പെടാതെ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. കർത്താവും അപ്പോസ്തലന്മാരും നമ്മുടെ വിശ്വാസപൂർവ്വ പിതാക്കന്മാരും കഷ്ടം അനുഭവിച്ചാണ് ജീവിച്ചത്. നമ്മുടെ ജീവിതത്തിലും കഷ്ടമുണ്ടാകുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മുമ്പിലുള്ള കർത്താവിൻ്റെ വചനവും ശിഷ്യന്മാരുടെ വചനവും നമ്മുടെ പിതാക്കന്മാരുടെ മാതൃകയും നമ്മൾ മറന്നു പോകരുത്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് വളരെ തന്നെ പീഡിപ്പിച്ച് ഭയങ്കര അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകണമെന്നാണോ? അതാണോ ദൈവത്തിൻ്റെ ആഗ്രഹം? അങ്ങനെയാണോ ക്രിസ്തീയ ജീവിതം? അല്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഈ കഷ്ടതയുടെ ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, കഷ്ടതകൾ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക്, അഭിവൃദ്ധിക്ക് കാരണമാകും. കർത്താവാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് മാതൃകയായിട്ടുള്ളത്. കർത്താവിനെ കുറിച്ച് എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, അനേകം പുത്രന്മാരെ തേജസ്സിങ്കിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്യമാണ് അത്. എബ്രായ 2:10 അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. കർത്താവിൻ്റെ കഷ്ടങ്ങളാണ് മരണപര്യന്തം, അല്ലെങ്കിൽ മരണമാണ് ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന നമ്മളെ പിശാചിൻ്റെ അധീനതയിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ അധിപതിയായ പിശാചിൻ്റെ അടിമകളായ നമ്മളെ വിടുവിക്കാൻ കാരണമായതെന്ന് നമ്മൾ മറക്കരുത്. ദൈവതേജസ് നഷ്ടപ്പെട്ട് ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്ന നമ്മെ വിടുവിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുവാൻ കർത്താവ് കഷ്ടം അനുഭവിച്ചു. അത് ഒരിക്കലായി താൻ അർപ്പിച്ച തൻ്റെ യാഗത്താൽ നിവർത്തിച്ചു. ഇന്നും തൻ്റെ ശരീരമായ സഭ അനുഭവിക്കുന്ന കഷ്ടമെല്ലാം ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കാണ്. പൗലോസ് അപ്പോസ്തലന് ആ ബോധ്യം നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 വാക്യം വായിക്കാം. കൊലോസ്യർ 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂജിപ്പിക്കുന്നു. പൗലോസിൻ്റെ കഷ്ടങ്ങളോടുള്ള മനോഭാവമാണ് ഇവിടെ വായിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. അതുപോലെ തന്നെ 2 തിമോഥെയോസ് 2:10 വാക്യം വായിക്കാം. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. കഷ്ടാനുഭവങ്ങളിൽ പൗലോസ് സന്തോഷിച്ച് തൻ്റെ കഷ്ടങ്ങളിൽ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി സഹിച്ചതുപോലെ ആ സഭയ്ക്ക് വേണ്ടിയാണ് താൻ ആ കഷ്ടങ്ങൾ സഹിക്കുന്നത്, പൂരിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് കഷ്ടങ്ങൾ അനുഭവിച്ചത്. നമ്മളും
ദൈവരാജ്യത്തിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ലഘുവായി കാണരുത്. നമുക്കും ഈ മനോഭാവം ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ അത് ചെയ്യുവാനും, നമ്മൾ അങ്ങനെ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ രാജ്യം, ദൈവരാജ്യം വ്യാപിക്കുകയും ചെയ്യും. സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് കഷ്ടം സഹിക്കുന്നവരായിരുന്നു അപ്പോസ്തലന്മാർ എല്ലാവരും. അവരെ ജയിലിൽ ബന്ധനത്തിൽ ആക്കിയപ്പോൾ അങ്ങനെയാണ് അവർ ചിന്തിച്ചത്. അവരെ ഒരിക്കലും ധൈര്യപ്പെട്ടില്ല, കഷ്ടങ്ങൾ നിമിത്തം അവർ അധൈര്യപ്പെട്ടില്ല. ഇന്നും സുവിശേഷം പരക്കണമെങ്കിൽ ഇതുപോലെ കഷ്ടം സഹിക്കാനുള്ള മനോഭാവം ആവശ്യമാണ്. മറ്റുള്ളവരുടെ പരിഹാസവും ഒറ്റപ്പെടുത്തലും നാം അഭിമുഖീകരിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ കഷ്ടം സഹിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടായിരിക്കാം സുവിശേഷം പറയാൻ നമ്മൾക്ക് മടിയുള്ളത്. ഇന്ന് കേരളത്തിൽ തന്നെ സുവിശേഷം അറിയാത്ത ആളുകളുണ്ട്. സുവിശേഷം എല്ലായിടത്തും എത്താനായിട്ട് നമ്മൾ പ്രാർത്ഥനയിലും നമുക്ക് പോരാടാൻ സാധിക്കും. അതും എളുപ്പമുള്ള കാര്യമല്ല. പ്രാർത്ഥന ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോടുള്ള ഒരു പോരാട്ടമാണ്. അതൊരു പോരാട്ടമായി കണക്കെടുത്ത് ചെയ്താൽ മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. തബീത തൻ്റെ കഴിവനുസരിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. താനൊരു വിധവയായിരുന്നു എങ്കിൽ കൂടി അവളുടെ കഴിവ് ഉപയോഗിച്ച് അവൾ മറ്റുള്ളവർക്ക് ഉടുപ്പുകൾ ഉണ്ടാക്കി കൊടുത്തു, കുപ്പായങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അനേക വിധവമാരെയും കുഞ്ഞുങ്ങളെയും കർത്താവിലേക്ക് ആകർഷിക്കാനായിട്ട് അവൾ ചെയ്തു. അവൾ തന്നാലാവത് ചെയ്തു. നമ്മളും കുറച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചാൽ എങ്ങനെയൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച്, നമ്മുടെ താലന്തുകൾ ഉപയോഗിച്ച് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഉപയോഗിക്കപ്പെടാം എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്നതിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്നാണ്. സഹവിശ്വാസികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി കഷ്ടപ്പെടുവാനുള്ള മനസ്സ്. ചിലപ്പോൾ ഒരാളെ പോയി കാണുകയായിരിക്കും, കുറച്ച് ദൂരം സഞ്ചരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ അത് ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകും. രണ്ടാമത്, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കഷ്ടപ്പെടേണ്ടത് പാപത്തോട് പോരാടുന്നതിലാണ്. ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഈ പോരാട്ടം ഈ കഷ്ടത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഉള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം, 3ഉം 4ഉം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ പാപത്തോടുള്ള പോരാട്ടത്തിൽ നമുക്ക് കഷ്ടത അനുഭവിക്കേണ്ടത് മരണം വരെയാണെന്നുള്ള സൂചനയാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ ജോസഫിൻ്റെ ജീവിതം കാണാം. ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് നന്മ ചെയ്യുന്നതിന് പകരമായിട്ട് ലഭിച്ചതാണ് അടിമയായിട്ട് വിൽക്കപ്പെട്ടത്. പോത്തിഫറിൻ്റെ ഭവനത്തിൽ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ അഭിവൃദ്ധി ആ വീടിനുണ്ടായി. ആ സമയത്ത് അന്യദൈവങ്ങളെ സേവിക്കുന്ന ആളുകളാണ്. തൻ ജീവനുള്ള ദൈവത്തെ അറിയുന്നവനായിട്ട് ജോസഫ് മാത്രമേ അവിടെയുള്ളൂ. എങ്കിലും ദൈവഭയത്തിൽ പാപത്തെ വിട്ടൊഴിഞ്ഞ് ഇരിക്കാൻ ശ്രമിച്ചു മുഖാന്തരം തനിക്കുണ്ടായ അനുഭവം നമുക്കറിയാമല്ലോ. ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് ബോധ്യമായിരുന്നു അവനെ അങ്ങനെ പെരുമാറാനായിട്ട് സഹായിച്ചത്. താൻ തെറ്റ് ചെയ്താൽ അത് ദൈവത്തിനെതിരെയാണെന്ന ബോധം, ഈ ബോധം പലപ്പോഴും നമുക്കില്ല. ഏത് പാപവും, നമ്മൾ ചെയ്യുന്ന ഏത് പാപവും ദൈവത്തിനെതിരെയാണെന്നുള്ള ബോധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം കാണുന്നു, ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഓർക്കാത്തതുകൊണ്ട് പലപ്പോഴും തെറ്റിപ്പോകുന്നു. അങ്ങനെ ആ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ജോസഫിന് ജയിലിൽ പോകേണ്ടി വന്നിരുന്നു. പിന്നെ അവസാനം അവന് നന്മയുണ്ടായി എന്നൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ജോസഫിന് അങ്ങനെയൊന്നും അനുഭവമില്ല. ജോസഫിൻ്റെ കയ്യിൽ അങ്ങനെയുള്ള മുമ്പുള്ള കഥകളൊന്നും ജോസഫ് പഠിച്ചിട്ടില്ല, വായിക്കാനുള്ള ബൈബിളില്ല അവൻ്റെ കയ്യിൽ. പക്ഷെ നമുക്കിതെല്ലാം ഉണ്ടായിട്ടും ഇന്നും നമ്മൾ പ്രലോഭനങ്ങൾ വരുമ്പോൾ അത് ജോസഫിനെ പോലെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ സന്നദ്ധരല്ല. ബുദ്ധിമുട്ടാൻ നമുക്ക് മനസ്സില്ല. താൽക്കാലിക സൗകര്യം നോക്കി പാപത്തിന് അടിമകളായി പോവുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്.
ഈ പാപത്തോടുള്ള പോരാട്ടത്തിന് നമുക്കൊരു ആയുധമായിട്ട് ധരിക്കാനായിട്ട് പത്രോസ് അപ്പോസ്തലൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പത്രോസ് 4:1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസ് 4:1-2 വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കഷ്ടം അനുഭവിപ്പാൻ ഒരുക്കമുള്ള ഒരു മനസ്സ് ആയുധമായി ധരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു നേരത്തെ തന്നെ ആ ആയുധം നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടം നമുക്ക് അനുഭവിപ്പാനായിട്ട് ഉള്ള സന്നദ്ധത, ഒരുക്കം നമ്മളിൽ ഉണ്ടാകും. എഫേസ്യർ 6-ാം സർവായുധ വർഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്: സത്യം, നീതി, വിശ്വാസം, രക്ഷ എന്നെല്ലാം. പക്ഷേ ഈ മനോഭാവവും കൂടെ, കഷ്ടത അനുഭവിക്കാൻ ഉള്ള ഈ മനോഭാവം കൂടെ നമ്മൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിവിടെ ഒരു കൽപ്പനയായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്ന് ഒരു കൽപ്പന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായിട്ട്, ക്രിസ്തീയ സ്വഭാവ രൂപീവൽക്കരണത്തിന് കഷ്ടത അനിവാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന പല കഷ്ടങ്ങളും കർത്താവ് നൽകുന്ന ബാലശിക്ഷകളാകും. ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നമ്മളോട് പെരുമാറുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും തല്ലുകയും ശാസിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ഇപ്രകാരം ശിക്ഷിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മളുടെ ഗുണത്തിനായി തന്നെയാണ് ശിക്ഷിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. എബ്രായ ലേഖനം 12-10-11 വാക്യങ്ങളിൽ ഇത് വിവരിക്കുന്നു. ശിക്ഷ ഒരിക്കലും സുഖകരമായിരിക്കില്ല. എന്നാൽ സഹിഷ്ണുതയോടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് സഹകരിച്ചാൽ നമ്മുടെ നന്മയ്ക്കും ദൈവനാമ മഹത്വത്തിനും അത് കാരണമാകും. റോമർ 8:28 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണല്ലോ, അല്ലേ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുപോലെ തന്നെ 30-ാം വാക്യം എന്താണ്? അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് 29-ാം വാക്യം എന്താണ്? 29-ാം വാക്യം, എന്തിനാണ് ഈ മുൻ നിയമനം നടത്തിയിരിക്കുന്നതെന്നാണ് ആ 29-ാം വാക്യത്തിൽ പറയുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിൻ്റെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശു ക്രിസ്തു തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നാണ്. ആ ഉദ്ദേശമാണ് ദൈവം നമ്മെ ആ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതെന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ലക്ഷ്യപ്രാപ്തിക്കായിട്ടാണ് ദൈവം നമുക്ക് ചില ബാല്യശിക്ഷകൾ അനുവദിക്കുന്നത്. അത് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ശിക്ഷകൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാറ്റങ്ങൾ വരുത്തണം. റോമാലേഖനത്തിൽ വായിക്കുന്നത് 5-ാം അധ്യായത്തിൽ, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നാണ്. സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ധത എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം, അതാണ്. അതുകൊണ്ട് നമ്മൾ ഈ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വഭാവം കൂടുതൽ ക്രിസ്താനുരൂപമാകാനായിട്ട് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇപ്രകാരം കഷ്ടതകൾ അനുവദിക്കുന്നത്. ഈ സമയത്ത് ഞാനൊരു കഥ കേട്ടത് നിങ്ങളോട് പറയാം. ഒരു കുന്നിൻ മുകളിൽ ഒരു വലിയ പാറയുണ്ടായിരുന്നു. ആ പാറയിൽ ഒരു ശില്പി വളരെ മനോഹരമായ ഒരു ദേവീ രൂപം കൊത്തിയെടുത്തു. ചില നാളുകളെടുത്താണ് അത് ചെയ്തത്. അതിൻ്റെ കൊത്തുപണിയെല്ലാം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ നമുക്കറിയാമല്ലോ, ക്രമേണ ധാരാളം ആളുകൾ ഈ കൊത്തുരൂപം കാണാനായിട്ട് അവിടെ വന്നു. അവിടെ പൂജ അർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ
ഇതിങ്ങനെ ഒരു പാറയുടെ ഒരു ഭാഗത്താണ് ശില്പം ഉള്ളത്. അപ്പം ഒരു പാറയിൽ തന്നെ നിന്നുകൊണ്ടാണ് ആളുകൾ ഇതിനെ പൂജിക്കുകയും അതിന് എണ്ണ ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം മറ്റേ പാറ ചോദിച്ചു, ഈ രൂപത്തിനോട് ചോദിച്ചു, ഞാനും നീയും ഒരേ പാറയല്ലേ, പക്ഷേ എല്ലാവരും എൻ്റെ മേത്ത് ചവിട്ടി നിന്ന് നിന്നെ പൂജിക്കുന്നു, അത് എന്ത് കാര്യം, അത് ശരിയാണോ? അപ്പോൾ ഈ ദേവി രൂപം പറഞ്ഞു, അത് ശരിയാണ് നീ പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും ഒരു പാറയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഈ ശില്പി വന്ന് നിന്നെ അല്ലേ ആദ്യം കൊത്താൻ തുടങ്ങിയത്, പക്ഷെ നിന്നെ കൊത്താൻ തുടങ്ങിയപ്പോൾ നീ അങ്ങ് പൊളിഞ്ഞു പോവുകയായിരുന്നു, പൊടിഞ്ഞു പോവുകയായിരുന്നു. അപ്പം അത് നിർത്തി എൻ്റെ കൊത്താൻ തുടങ്ങി. ഞാൻ ആ ഓരോ കുത്തും സഹിച്ചു, ഞാൻ പിടിച്ചു നിന്നു. അതുകൊണ്ടല്ലേ എന്നിൽ ഈ രൂപം തെളിഞ്ഞു വന്നത്. അതൊരു വെറും കഥയാണ്, നമുക്കറിയാം. പാറകൾ തമ്മിലുള്ള സംഭാഷണം എന്നെ ചിന്തിപ്പിച്ചത് അതാണ്. നമ്മളിലും കർത്താവ് കൊത്തുപണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കർത്താവ് ഓരോ കൊത്തു തരുമ്പോഴും നമ്മളെ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടല്ല കൊത്തുന്നത്. അതിൽ നിന്ന് നല്ല ക്രിസ്തു രൂപം, ക്രിസ്തു സ്വഭാവം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടെയാണ് കർത്താവ് ആ കൊത്തുകൾ നൽകുന്നത്. ആ വേദനകൾ നമ്മൾ സഹിച്ചു നിൽക്കുമ്പോൾ കർത്താവിൻ്റെ രൂപം നമ്മിൽ തെളിയും. കഷ്ടതകളുടെ നടുവിൽ തളർന്നു പോകാതെ, പരാതി പറയാതെ, നമ്മുടെ സ്വാർത്ഥതയെ അല്ലെങ്കിൽ സ്വയത്തെ കർത്താവ് ചെത്തിക്കളയുമ്പോൾ അത് മനസ്സിലാക്കി സഹിഷ്ണുതയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ചെത്തിയും കൊത്തിയും കളയേണ്ടതെല്ലാം കളഞ്ഞു കഴിയുമ്പോഴാണ് തൻ്റെ സ്നേഹസ്വരൂപിൻ്റെ പുത്രൻ്റെ രൂപം നമ്മിൽ തെളിഞ്ഞു വരുന്നത്. അടുത്തതായിട്ട്, കഷ്ടതയിലൂടെ നാം കടക്കുമ്പോൾ കഷ്ടത അനുഭവിക്കുന്നവരെ ആശ്വസിപ്പാൻ നമ്മൾ ശക്തരാകുന്നു. 2 കൊരിന്ത്യർ 1:3 മുതലുള്ള വാക്യങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 1:3 മുതലുള്ള വാക്യങ്ങൾ. സർവ്വ ആശ്വാസങ്ങളും നൽകുന്നത് ദൈവമാണ്. കഷ്ടതകളിൽ ദൈവം നമ്മെ നടത്തുമ്പോൾ കർത്താവിൻ്റെ ആശ്വാസങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മിൽ ആശ്രയിക്കാതിരിക്കാനും അത് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ആ ഭാഗത്ത് ചില വാക്യങ്ങൾ വായിക്കാം. 5-ാം വാക്യം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. പിന്നെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കും, 11-ാം വാക്യം, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. അപ്പോൾ പൗലോസ് ഇവിടെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമാണ് പറയുന്നത്. നമ്മൾ ആശ്വാസം പ്രാപിക്കും, നമുക്ക് ആശ്വാസം കർത്താവ് തരും. തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടുന്ന ആശ്വാസം മറ്റുള്ളവർക്ക് ആശ്വാസത്തിന് കാരണമായി തീരും. അപ്പം നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ടായിരിക്കും. അവരെല്ലാം നമ്മൾ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന കൃപ കൊണ്ട് ദൈവത്തിനെ സ്തോത്രം കരയേറ്റും. അങ്ങനെ ദൈവത്തിന് വളരെ മഹത്വം ലഭിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 15:11 എലീഫസ് ഇയ്യോബിനോട് ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും അവൻ സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കും നിനക്ക് പോരെയോ എന്ന് ചോദിക്കുന്നു. നമ്മൾ കഷ്ടതയുടെ തീച്ചുള്ളിൽ കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണത്. ദൈവം സ്വന്തമായി പറഞ്ഞു തരുന്ന ചില വചനങ്ങൾ, അത് മറ്റാർക്കും നമുക്ക് തരാനായിട്ട് സാധിക്കാത്ത കാര്യമാണ്. ദൈവത്തിൻ്റെ ആലോചനകളും ആശ്വാസങ്ങളും കേൾക്കുവാനും പഠിക്കുവാനും ജീവിതത്തിലെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ നമ്മെ സഹായിക്കും. അതുവഴി നമുക്ക് അതുപോലെ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും ഉള്ള കൃപ ലഭിക്കും. കഷ്ടങ്ങൾ ആശ്വാസത്തിനും ഉറപ്പുള്ള പ്രത്യാശയ്ക്കും കാരണമാക്കുന്നു. അങ്ങനെ പലർ മുഖാന്തരം പലരാലും സ്തോത്രം ഉണ്ടാകുവാൻ കാരണമായി തീരും. ദൈവഹിതപ്രകാരം കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിന് സ്തുതി കരയറ്റുവാനായിട്ട് കാരണമായി തീരും. നിങ്ങൾ ജോണി എറിക്സൺ ടാഡയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജോണി എറിക്സൺ ടാഡയെ കുറച്ച് പേരെങ്കിലും അറിയായിരിക്കും. 17-ാം വയസ്സിൽ
നല്ലൊരു സ്വിമ്മിങ് അത്ലറ്റ് ആയിരുന്നു. അവർ സ്വിം ചെയ്യാൻ വേണ്ടി ഡൈവ് ചെയ്തപ്പോൾ ആ വെള്ളത്തിന് ആഴം കുറവായിരുന്നു, ചെന്ന് തലയിടിച്ച് അവർ ഇവിടെ നിന്ന് കഴുത്തിന് കീഴ്പോട്ട് മുഴുവൻ തളർന്നു പോയ ഒരു സ്ത്രീയാണ്. ഇന്നും ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. 76 വയസ്സുണ്ട് അവർക്കിപ്പോൾ. അവരുടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ ധാരാളം പ്രസംഗങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് കേൾക്കാം. അവളങ്ങനെ 17 വയസ്സ് തുടങ്ങി ഇപ്പോഴും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ അവർക്ക് പ്രവർത്തനമുള്ളൂ. ബാക്കിയെല്ലാം വീൽ ചെയറിൽ മറ്റുള്ള ആളുകൾ ചെയ്ത് ഒരുക്കി അവരിരുത്തുന്നു. അവർ പല സ്ഥലങ്ങളിലും, ലോകത്തിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നു. ജോണി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ വികലാംഗരായിട്ടുള്ളവരെ. ദൈവം അവരെ ഇന്നും ഉപയോഗിക്കുന്നു. അവർ ആ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു സ്ത്രീയാണെന്ന് നമുക്ക് തോന്നില്ല. അവരുടെ പ്രസംഗവും അവരുടെ പാട്ടും ഒക്കെ നിങ്ങൾ കേൾക്കണം, യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും നിങ്ങൾക്ക്. 5, കഷ്ടത നമ്മെ പ്രാർത്ഥിക്കാനും ദൈവവചനം പഠിക്കാനും സഹായിക്കുന്നു. യാക്കോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണല്ലോ. യാക്കോബ് 5:13 കഷ്ടതയിൽ നാം കൂടുതൽ പ്രാർത്ഥിക്കും. കഷ്ടത അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ, കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ അധികവും താൻ കഷ്ടതയിലൂടെ കടന്നപ്പോൾ രചിച്ചതാണ്. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. സങ്കീർത്തനങ്ങൾ പലതും പ്രാർത്ഥനയാണ്. അതേ പ്രാർത്ഥനകൾ ഇന്ന് നാം കഷ്ടത്തിലൂടെ കടക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. അത് നമ്മുടേതാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 6, കഷ്ടതയിലൂടെ കടക്കുമ്പോൾ നാം ദൈവത്തെ കൂടുതൽ അടുത്തറിയാൻ അത് സാധിക്കും. നമ്മുടെ ദൈവത്തെ കൂടുതൽ അടുത്തറിയുക മാത്രമല്ല, നമ്മുടെ അരിഷ്ടാവസ്ഥ നമുക്ക് കൂടുതൽ ബോധ്യമാകും. ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച വ്യക്തിയാണല്ലോ ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു 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 ദൈവത്തിൻ്റെ സന്നിധിയിൽ സാത്താൻ വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട് അല്ലേ? ദൈവമക്കളെ സദാസമയം ദൈവസന്നിധിയിൽ ദൂഷണം പറയുന്ന സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അത് നമ്മളൊന്ന് ആ ദൈവവും ദൈവപുത്രന്മാരും കൂടിയിരിക്കുമ്പോൾ സാത്താൻ വന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ ഭൂമിയിലൊക്കെ ഊടാടി നടക്കുകയാണല്ലോ, അപ്പോൾ ഒരാളെക്കുറിച്ച് ധൈര്യമായിട്ട് ദൈവത്തിന് അവനോട് ചോദിക്കാമെന്ന് തോന്നിയിട്ടാണ് ഇയ്യോബിൻ്റെ കാര്യം ചോദിച്ചത്. നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേലെ ദൃഷ്ടി വെച്ചോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ സാത്താൻ അവിടെ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ചെയ്തത്. വെറുതെ ആണോ ഇയ്യോബ് ഇത്ര ഭക്തിയോടെ ജീവിക്കുന്നത്? നീ അവനെ ചുറ്റും വേലി കെട്ടി ഉറപ്പിച്ച് അവന് ഇത്രയധികം സമ്പത്തും ഇത്രയധികം മക്കളും എല്ലാം കൊടുത്ത് ധാരാളമായി അവനെ അനുഗ്രഹിച്ച് വെച്ചിരിക്കുകയല്ലേ, പിന്നെ ഇപ്പോൾ ഇത്ര ഭക്തിയോടെ ജീവിക്കുന്നില്ല, എന്താ ഇത്ര അത്ഭുതമുള്ളേ? പക്ഷേ ഇയ്യോബിനെ അറിയുന്ന ദൈവം സാത്താൻ അവസരം കൊടുത്തു അല്ലേ? സാത്താൻ ദൈവത്തിൻ്റെ സംരക്ഷണ വേലി പൊളിച്ച് അവനുള്ളതെല്ലാം നശിപ്പിക്കുന്നു. പക്ഷേ താൻ പറഞ്ഞതുപോലെ ഇയ്യോബിൻ്റെ ഭക്തിക്ക് ഒരു കുറവും സംഭവിച്ചില്ല. ദൈവനാമത്തെ വാഴ്ത്തുകയാണ് ഇയ്യോബ് ചെയ്തത്. രണ്ടാമത് വീണ്ടും ദൈവസന്നിധിയിൽ സാത്താൻ കടന്നു വരികയാണ്. അപ്പോഴും സാത്താനല്ലേ, സാത്താന് വലിയ നാണക്കേടൊന്നുമില്ല, വീണ്ടും പറയുകയാണ് അല്ലേ? അപ്പോൾ അവിടെയും സാത്താൻ വിട്ടുകൊടുക്കുന്നില്ല ദൈവത്തിന്. നീ ജീവന് പകരം എന്തായാലും ജീവൻ, ത്വക്കിന് പകരം ത്വക്ക്. ദൈവം പറഞ്ഞു, നീ എന്നെ വെറുതെ സമ്മതിപ്പിച്ച് ഇതൊക്കെ നശിപ്പിച്ച് ഇനി അതും ചോദിക്കുകയാണെന്ന്. രണ്ടാമത്തെ വെല്ലുവിളിക്കും ദൈവം ഇയ്യോബിനുള്ള വിശ്വാസം കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാം നശിപ്പിച്ചു അല്ലേ? സാത്താൻ ഇയ്യോബിൻ്റെ ഭാര്യ കൂടി ദൈവത്തെ ത്യജിച്ചു പറയാനായിട്ട് അവളെ കൂടെ പിശാച് സ്വാധീനിച്ചു. ഭാര്യയും കൂട്ടുകാരും എല്ലാം തന്നെ ഒറ്റപ്പെടുത്തിയിട്ടും ഇയ്യോബ് തൻ്റെ ഭക്തി വിട്ടില്ല. ഇന്നും പല ആളുകളും ക്രിസ്ത്യാനികളെ കുറിച്ച് അല്ലെങ്കിൽ ദൈവമക്കളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിങ്ങനെ ഭക്തിയോടെ ജീവിക്കണം, നിങ്ങൾക്ക് പൈസ കിട്ടണില്ലേ, നിങ്ങൾക്ക് കുറേ നന്മ കിട്ടുന്നില്ലേ, അതുകൊണ്ടല്ലേ എന്നൊക്കെ ആളുകൾ നമ്മളെ കളിയാക്കി പറയും. അതൊക്കെ കേൾക്കാൻ നമുക്ക് ഇത്തിരി വിഷമമാണ് അല്ലേ? പക്ഷെ അത് പിശാചാണെന്ന് നമ്മൾ മറക്കണ്ട. ഇയ്യോബ് അതിന് ഉത്തരമായിട്ട് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്നാണ്. അത് മാത്രമല്ല ഇയ്യോബ് പറയുന്നു, അയ്യോ എൻ്റെ സങ്കടം കേൾക്കാൻ ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. എൻ്റെ പ്രതിയോഗി എഴുതിയ
അന്യായ രേഖ എനിക്കൊന്ന് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. യോബിന് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് യോബിൻ്റെ ജീവിതത്തിൽ ഇത്ര കഷ്ടതകൾ വരുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ യോബ് പറഞ്ഞു, എനിക്കെതിരെയുള്ള അന്യായം എന്തൊക്കെയാണെന്നുള്ള ആ ചിട്ടൊന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അവനെ, അതായത് ദൈവത്തെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവൻ്റെ മുമ്പിൽ എൻ്റെ ന്യായം ഞാൻ വിവരിക്കുമായിരുന്നു എന്നൊക്കെ യോബ് പറയാണ്. കാരണം യോബിന് തോന്നി താൻ അന്യായമായിട്ടാണ് ഇതെല്ലാം സഹിക്കുന്നത്, താൻ ഒന്നും ചെയ്തിട്ടില്ല. യോബ് സ്വന്തം പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ധൈര്യമായിട്ട് യോബ് പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ദൈവം ചുഴലിക്കാറ്റിൽ യോബിന് പ്രത്യക്ഷപ്പെട്ടു അല്ലേ. എന്നിട്ട് ചോദിക്കുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവൻ ഇവൻ ആരെ? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ അങ്ങനെ തുടങ്ങി അല്ലേ. കുറേ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ യോബ് പറഞ്ഞു, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായി കുത്തിക്കൊള്ളാം, ഇനി ഞാൻ മിണ്ടുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് നിർത്തിയില്ല. അവൻ്റെ നിസ്സാരത്വം, ഒന്നുമില്ലായ്മ, അരിഷ്ടത അവനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ചോദ്യങ്ങൾ ദൈവം വീണ്ടും ചോദിച്ചു. അപ്പോൾ ഇയ്യോബ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് ചോദ്യങ്ങൾ നിർത്തി. പലപ്പോഴും നമ്മളും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കഷ്ടതകൾ അനുഭവിക്കാൻ ഞാൻ യോഗ്യനല്ല, എനിക്ക് ആവശ്യമില്ല, എന്നിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. ശരിയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചെയ്ത പ്രത്യേക തെറ്റുകൾ കൊണ്ടൊന്നും അല്ലായിരിക്കാം, ഇയ്യോബിന് വന്നതുപോലെ ആയിരിക്കാം. പക്ഷെ അതിലും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവം എത്ര വലിയവനാണ്, ദൈവം എന്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെല്ലാം നമുക്ക് കാരണം പറയാൻ സാധിക്കില്ല എന്ന് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കെല്ലാം കാരണം നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് മാത്രമല്ല, നമ്മുടെ നിസ്സാരത്വം, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എന്താണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന ഉദ്ദേശമേ ദൈവത്തിനുണ്ടായിരിക്കുക. ചിലപ്പോൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതാണ്, നാം എന്തെങ്കിലും പ്രത്യേക തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടല്ല കഷ്ടതകൾ ജീവിതത്തിൽ വരുന്നതെന്ന് തോന്നിയേക്കാം. ബോധ്യം എനിക്ക് ഒരു തെറ്റിനെ കുറിച്ച് ബോധ്യമില്ലെങ്കിലും ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്ന് പൗലോസും പറയുന്നുണ്ടല്ലോ. കഷ്ടതയിലൂടെ കടക്കുമ്പോൾ നാം ദൈവത്തെ ആരാണെന്ന്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ബുദ്ധി എത്ര അപ്രമേയമാണെന്നും നമ്മുടെ നിസ്സാരത്വവും ഒക്കെ നമുക്ക് തെളിഞ്ഞു വരും. ദൈവം സർവോന്നതനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത് വലിയ ഒരു മുതൽക്കൂട്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ല. ദൈവത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ തന്നെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നതിൽ തോറ്റുപോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഏഴാമതായിട്ട്, കഷ്ടത പ്രത്യാശ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം നമ്മൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു. അതുപോലെ 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, എങ്കിലും നമ്മളത് വായിച്ച് വീണ്ടും വീണ്ടും നമ്മളുടെ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. 2 തിമോഥെയോസ് 2:11 മുതൽ വാക്യം. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നമുക്ക് കൂടെ വാഴാനും കൂടെ തേജസ്സോടെ ജീവിക്കാനും താല്പര്യമാണ്. എന്നാൽ അതിനു മുമ്പുള്ള കാര്യം, കൂടെ സഹിക്കാൻ ഉള്ള ആ അനുഭവത്തിലൂടെ കടന്നു പോകാൻ മനഃപൂർവ്വം നമുക്ക് മനസ്സില്ല, പക്ഷേ മനഃപൂർവ്വം നമ്മളെ തന്നെ ഒരുക്കിയാലാണ്
അത് നമുക്ക് സാധിക്കാം. റോമർ 8 നമ്മൾ വായിക്കുന്നത്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ അവകാശികളും തന്നെ. ഇത് നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യാറുള്ള വാക്യങ്ങളാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ അവകാശികളാണ് എന്ന കാര്യം. പക്ഷെ അതൊരു കണ്ടീഷനാണ്. അവിടെ ഒരു കണ്ടീഷൻ കർത്താവ് പറയുന്നുണ്ട്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ അവകാശം ലഭിക്കുന്നത്. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടുപിടിച്ചാലാണ് നമുക്ക് തേജസ്സിനും കൂട്ട് ലഭിക്കുക. അപ്പം അത് അങ്ങനെ ഒരു വലിയ തേജസ്സിൻ്റെ അനുഭവം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ പ്രത്യാശ നമ്മളെ കർത്താവിനോടുകൂടെ കഷ്ടം സഹിക്കാനായിട്ട് പ്രേരിപ്പിക്കട്ടെ. നൊടി നേരത്തേക്കേ ഉള്ളൂ നമ്മുടെ ഈ കഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ സ്വർഗരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും പാപത്തോട് പോരാടുന്നതിനും നമ്മെ പ്രാപ്തരാക്കും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം പഠിക്കുന്നത് വഴി ദൈവനാമത്തിന് അധികം സ്തോത്രമുണ്ടാകും. പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും കഷ്ടത നമ്മെ സഹായിക്കും. എല്ലാറ്റിലും ഉപരിയായിട്ട് യോബിനെ പോലെ നമ്മുടെ നിസ്സാരത, നമ്മുടെ ഒന്നുമില്ലായ്മ നമ്മെ തന്നെ വെറുക്കുവാൻ നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ വലിയ ശക്തിയും വഴികളും ദൈവത്തിൻ്റെ പ്രവർത്തന രീതികളും നമ്മുടേതിൽ നിന്ന് എത്ര ഉയർന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ മഹത്വം ദർശിക്കാനായിട്ട് നമ്മെ കഷ്ടതയിലൂടെ കടക്കുമ്പോൾ ദൈവം ഇടവരുത്തുന്നു. ഓരോ കഷ്ടതയിലൂടെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ കൂടെ കർത്താവ് ആ അഗ്നികുണ്ഡത്തിൽ നടന്ന് കൂടെ ഇരുന്ന് സംസാരിച്ചതുപോലെ കർത്താവ് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയിലും കർത്താവ് നമ്മളുടെ കൂടെ നടക്കുകയും നമ്മോട് സംസാരിക്കുകയും നമുക്ക് ബുദ്ധിയുപദേശം നൽകുകയും ചെയ്യും. ആ പ്രത്യാശയിൽ നമുക്ക് വളരാം. ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങൾ നിസ്സാരമായി എണ്ണരുത്. അതിനുള്ള മനസ്സൊരുക്കം ആയുധമായിട്ട് നമുക്ക് ധരിക്കാം. എന്നെയും ദൈവം ഇതിനൊക്കെ സഹായിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.